ചില സാമ്പാർ കാണുമ്പോൾ തന്നെ അറിയാം അത് ഉഗ്രം ടേസ്റ്റി ആയിരിക്കുന്നത്. അതിൻ്റെ മണവും അതിൻ്റെ നിറവും ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കും. അങ്ങനൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സദ്യക്കൊക്കെ കിട്ടില്ലേ അങ്ങനത്തെ സാമ്പാർ. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് ആ ഉലുവ മൂക്കുമ്പോൾ അതിലേക്ക് ഒരു പിടി നാളികേരം ഇടുക. എന്നിട്ട് ആ നാളികേരം നന്നായി മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗണൊക്കെ ആകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ആ മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുക. ഇതൊന്നും വറക്കണ്ട, ചൂടാക്കി എടുത്താൽ മതി. അതിന് ചൂടാക്കുക. പിന്നെ ഒരു വലിയ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി, കരിവേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ടിട്ട് ഇനി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നാളികേരം മൂത്ത് കഴിഞ്ഞല്ലോ. ഇനി ബാക്കിയുള്ള പൊടിയൊക്കെ ഇട്ടിട്ട് ചൂടാക്കി എടുത്താൽ മതി. ഇനി ആ ചൂടാക്കി എടുത്തതിലേക്ക് നമ്മൾ അവസാനമായിട്ട് കായമാണ് ചേർക്കുന്നത്. കായം ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പൊടിയാണ്, അതുകൊണ്ടാണ്. നേരെ മറിച്ച് കട്ടിക്കായാണെങ്കിൽ ഇത്ര വേണ്ട, ചെറുത് മതി, ചെറിയൊരു കഷ്ണം മതിയാവും. ഇനി ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കഷ്ണങ്ങളായിട്ട് ഞാൻ ആകെ എടുത്തിട്ടുള്ളത് മുരിങ്ങക്കായും തക്കാളിയും മാത്രമാണ്. ഒരു 20 കഷ്ണം മുരിങ്ങക്കായും 3 തക്കാളി പീസസ് ആക്കിയതുണ്ട്. അതിലേക്ക് വെള്ളമൊഴിച്ച് അതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഇനി അത് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വേവിച്ച് വെച്ച് കഴിയുമ്പോൾ അത് ഏകദേശം ഒരു കപ്പോളം ഉണ്ടാവും. അത് ആ വേവിച്ച വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് അത് തിളയ്ക്കുമ്പോൾ അതിലേക്ക് പുളി പിഴിഞ്ഞ് ഒഴിക്കുക. നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളി പിഴിഞ്ഞ് കുറച്ച് വെള്ളത്തോടു കൂടി ഒഴിക്കുക. എന്നിട്ട് അത് നന്നായിട്ട് തിളയ്ക്കണം. പുളി വേവണം. വെന്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ നാളികേരത്തിൻ്റെ കൂട്ട് അരച്ചത് ഇതിലേക്ക് ഒഴിക്കുക. വെള്ളം പാകത്തിന് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. അരയ്ക്കുമ്പോൾ കുറച്ച് ചേർത്തിട്ട് പിന്നെ ആ മിക്സിയുടെ പാത്രത്തിൽ ഒഴിച്ചിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിക്കുക. കുറച്ച് കട്ടിയിലിരുന്നോട്ടെ. നന്നായി തിളയ്ക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ കടുക്, മുളക്, ഉലുവ, കരിവേപ്പിൻ്റെ ഇല ഇതെല്ലാം കൂടിയിട്ട് മൂപ്പിക്കാൻ വയ്ക്കുക. അത് പൊട്ടിക്കഴിയുമ്പോൾ അത് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ സാമ്പാറിനൊരു മണം വരും. 4 വീട് അപ്പുറത്തേക്ക് ഇതിൻ്റെ മണം വന്നിട്ടുണ്ടാവും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. സാമ്പാർ നാളികേരം വറുത്തരച്ച് വയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എൻ്റെ അച്ഛമ്മ ഇതുമാതിരി ഉണ്ടാക്കാറുണ്ടായിരുന്നു. ആ റെസിപ്പിയാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അടുത്തുള്ള വീടുകളിലേക്കൊക്കെ മണമെത്തും. നല്ല സൂപ്പർ സാമ്പാറാണ്. ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ എന്ന്.